അപ്പോൾ എല്ലാവരും ഫസ്റ്റ് പാർട്ട് ഓഫ് ദുബായ് കണ്ടെന്ന് വിചാരിക്കുക. കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ഇറ്റ്. സോ അടുത്ത ദിവസം നമ്മൾ രാത്രിയിൽ പോയിട്ട് പൊറോട്ടയും ബീഫും കഴിച്ചു. സോ പുറത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം മിസ് ചെയ്യണത് ഇന്ത്യൻ ഫുഡ് തന്നെയായിരിക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഞാൻ അടുത്തുള്ള മാളിൽ ചെന്നിട്ട് ജസ്റ്റ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി തുണിയൊക്കെ ഇട്ട് ഞാൻ നേരെ പോയത് പബ്ബിലേക്കാണ്. സോ ഈ പബ്ബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നല്ല പ്രൈവറ്റ് പ്ലേസ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈബ് അടിക്കാൻ പറ്റിയ മാക്സിമം ലെവൽ ഇവിടെ വൈബ് അടിക്കാം. ഡ്രിങ്ക്സ് ആണെങ്കിൽ അത്യാവശ്യം അഫോർഡബിളാണ്. ഫ്രീ ഡ്രിങ്ക്സ് അവൈലബിൾ ആണ്. സോ നമ്മൾ വന്നേക്കുന്ന ഓപ്പസ് ലോഞ്ച് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, ഒരു പബ്ബിലാണ് വന്നേക്കുന്നത്. അവിടെ കിടന്ന പാട്ടും കുത്തുമൊക്കെ ഞാൻ കസർത്ത് എനിക്കൊരു എന്താ പറയുക, നൈസ് ഫീലായിരുന്നു, നൈസ് ആംബിയൻസ് ടു. അങ്ങനെ ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് കുറേ കൂടി ഈ പബ് ഇഷ്ടപ്പെടാനുള്ള കാരണം ദേ പ്ലേഡ് എ ലോട്ട് ഓഫ് Indian songs, especially Punjabi, and I was an addicted person to Punjabi songs literally. അത് കഴിഞ്ഞിട്ട് എല്ലാ വൈബൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഭയങ്കര തലവേദനയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മിറക്കിൾ ഗാർഡൻ, സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഞാൻ ഒരു വിധത്തിൽ വന്നതാണ്. പക്ഷേ സത്യമായിട്ട് ഇത് നമ്മൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന ഒരു മൊമെൻ്റാണ്. അങ്ങനെ ഞാൻ നല്ല കാറ്റുണ്ടായിരുന്നു. പക്ഷേ ഈ ചെറിയ തുണി ഇട്ടിട്ട് ഈ കാറ്റത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പാടായിരുന്നു. ബിക്കോസ് നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതുമല്ല ഞാൻ മെട്രോ കയറിയിട്ട്, ഇതൊക്കെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് സംഭവിക്കുന്നതാണ്. ആൻഡ് ഐ എം ലിറ്ററലി പ്രൗഡ് ദാറ്റ് ഞാനൊരു 19 ഇയർ ഓൾഡാണ്. എന്നിട്ട് ഞാൻ ഒരു രാജ്യത്ത് ഒറ്റയ്ക്ക് ഞാൻ തന്നെത്താനെ സഞ്ചരിക്കുകയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ പണ്ട് എപ്പോഴോ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വന്ന് പെടുമ്പോഴുള്ള ആ ഒരു പ്രൗഡ് മൂമെൻറ്റ് അതെങ്ങനെ നിങ്ങൾക്ക് ഫീൽ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ലിറ്ററലി എനിക്ക് നല്ലപോലെ ഫീലായ ഒരു സമയമായിരുന്നു. അങ്ങനെ ഐസ്ക്രീമൊക്കെ ഞാൻ കഴിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഐസ്ക്രീം കടയിൽ ഉണ്ടായിരുന്നൊരു തമിഴ് പുള്ളിയായിരുന്നു. സോ പുള്ളിയോട് കുറേ നേരമൊക്കെ കത്തി വെച്ചിട്ട് നേരെ വീണ്ടും കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. നമുക്ക് എത്ര പീസാണെന്നറിയാമോ ഇവിടെയൊക്കെ കിട്ടുന്നത്. സോ അപ്പം ഞാൻ എൻ്റെ അച്ഛനും അമ്മയും കുറച്ച് മിസ് ചെയ്തു. കാരണം ഒരു ദിവസം അവരായിട്ട് എനിക്കിവിടെ വരണമെന്ന് തോന്നിയൊരു സ്ഥലവും കൂടെയാണ്. ഐ ഡോണ്ട് നോ, ലൈക്ക് അവർ മേ ബി ഹാപ്പി ആയിരിക്കും എന്ന് തോന്നിയൊരു സ്ഥലം. സോ എന്തെങ്കിലും എനിക്കത് കൊണ്ടുവരാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. ഇത്ര എൻ്റെ വൈക്കത്തപ്പൻ എന്തായാലും നടത്തിത്തരാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി ബാക്കിയും നടത്തിത്തരാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കെട്ടിയിരുന്നുള്ളിൽ ഞാൻ പോകുന്നു ഗൈസ്. വേറെ എങ്ങോട്ടും അല്ല, അടുത്ത ഷോപ്പിങ്ങിന്. അങ്ങനെ വീണ്ടും ഷോപ്പിംഗ് ചെയ്തു. എല്ലാ ദിവസവും ഓരോരോ ഷോപ്പിംഗ് ഉണ്ട്, അത് മസ്റ്റാണല്ലോ. എന്നിട്ട് ഞാൻ വീണ്ടും മെട്രോ കയറി. സോ മെട്രോ കയറുന്നതൊക്കെ, അതും ദുബായ് മെട്രോ കയറുന്നതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒറ്റയ്ക്ക് കയറുന്ന കുറച്ച് പാടുള്ള കാര്യമാണ്, നല്ല പാടുള്ള കാര്യമാണ്. വഴിയൊക്കെ നോക്കി എങ്ങനെയൊക്കെയോ ഞാൻ പഠിച്ചെടുത്തു. പിന്നെ എല്ലായിടവും മലയാളികളാണ് ഓൾമോസ്റ്റ് എല്ലായിടത്തും. അതുകൊണ്ട് മലയാളത്തിൽ ചോദിച്ചാലും ഇംഗ്ലീഷിൽ ചോദിച്ചാലും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ലാംഗ്വേജ് ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ എത്തിപ്പെടാനുള്ളിടത്ത് എത്തിപ്പെടും. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളൊരു ഇയർഫോൺ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഒരു ഇയർഫോണും പിന്നെ ഒരു വാച്ചും. അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം ഇയർഫോണിനൊക്കെ നല്ല വിലയായതുകൊണ്ട് നമ്മൾ വീണ്ടും തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി പോകാൻ വേണ്ടി പോകുന്നത് ദുബായ് മാർക്കറ്റിലേക്കാണ്. സോ ഇവിടെ അത്യാവശ്യം നല്ല എന്താ പറയുക, നല്ല സാധനങ്ങൾ വില കുറച്ച് കിട്ടും. അതാണ് ഈ ദുബായ് മാർക്കറ്റിൻ്റെ പ്രത്യേകത. നല്ല വൈബുമാണ്. നമുക്ക് രാത്രിയിലൊക്കെ ഫാമിലി ആയിട്ട് പോയിട്ട് ഇരിക്കാനും പറ്റും. അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്കമാലിക്കാരൻ്റെ തട്ടുകടയിൽ വന്നു. അങ്കമാലി പിന്നെ പണ്ടേ എൻ്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ടും ഞാൻ അവിടെ തന്നെ പോയി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ ഒരേ ജാക്കറ്റ് ഇടുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ ജാക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെന്ന്. പിന്നെ ഇറ്റ്സ് ജസ്റ്റ് എ ജാക്കറ്റ് ബ്രോ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വിടാൻ പോകുന്നു അബുദാബിയിലേക്ക്. സോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ അബുദാബി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ഒരു പട്ടിക്കാടായിട്ടാണ് തോന്നിയത്. പിന്നെ ഇതൊരു ഭാഗ്യമാണല്ലോ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുക. അങ്ങനെ നമ്മൾ അബുദാബിയിലേക്ക് ഇങ്ങനെ പോകുവാണ്. സോ അത്യാവശ്യം കുഗ്രാമമാണ്. അതുകൊണ്ട് ഞാൻ കുഗ്രാമത്തിൽ കൂടെയാണ് ട്രാവൽ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ അങ്ങനെ അബുദാബി കാണാൻ വേണ്ടി പറ്റി. അതിനിട്ട് നേരെ നമ്മൾ പോകുന്നു ഫെറാറി വേൾഡിലേക്ക്. സോ ദിസ് ഈസ് UAE's നമ്പർ 1 അഡ്വെഞ്ചർ സ്പോട്ട്, ഫെറാറി വേൾഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ
വന്ന് ലാൻഡ് ചെയ്തു. പിന്നെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറി കഴിയുമ്പോഴേ എൻട്രി ഒരു മാൾ പോലെ ഒരു മാൾ സെറ്റപ്പാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് ഇവിടെ പല പല ഡയറക്ഷൻസ് ഉണ്ട്, നമുക്ക് മാപ്പ് ഉണ്ട്, നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള അഡ്വഞ്ചേഴ്സൊക്കെ സെലക്ട് ചെയ്ത് പോവാം. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ളത് ഫാസ്റ്റസ്റ്റ് റോളർ കോസ്റ്ററാണ് മെയിൻ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മിക്കതും റോളർ കോസ്റ്റേഴ്സൊക്കെയാണ്. പിന്നെ അപ്പോൾ നമ്മൾ ഫെറാറി വേൾഡിലെത്തി. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ചുറ്റി നടന്ന് കണ്ടു. ഇനി എന്തൊക്കെ റൈഡ്സ് ആണ് നമുക്കുള്ളത്, കുറേ ഒരു ഓൾമോസ്റ്റ് 26 റൈഡ്സ് ആണ് ദെയർ. പിന്നെ പിള്ളേരെയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ഇത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. നമ്മൾ അഡൽട്ട്സ് ആകുമ്പോൾ കൂടുതൽ നമ്മൾ അഡ്വഞ്ചർ സ്പോട്ട്സ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടി പോണത്. സോ ടു ബി ഓണസ്റ്റ് ആ ടൈമിൽ എൻ്റെ മുഖത്ത് നല്ല പിമ്പിൾസും ഡാർക്ക്നെസ്സൊക്കെ ഉണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ, മേ ബി ബിക്കോസ് ഓഫ് ദ ക്ലൈമറ്റ് ചേഞ്ച് ഓർ സംതിങ്. ഒരുമാതിരി ഇരിപ്പുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് ഡസ് എ മാറ്റർ അറ്റ് ഓൾ ഐ ഗെസ്. അത് കഴിഞ്ഞിട്ട് അവിടെ കുറേ കാറിൻ്റെ എക്സിബിഷൻസ് ഉണ്ട്, ലൈക്ക് ഫെറാറി എക്സിബിഷൻസ് ഉണ്ട്. സോ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാം. ബട്ട് ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. അത് വേറൊരു സത്യം. നമുക്ക് പറ്റത്തില്ല വാങ്ങിക്കാൻ. എന്തെങ്കിലും വാങ്ങിക്കാമായിരിക്കാം എന്നുള്ള ആ ഒരു ശുഭ പ്രതീക്ഷയിൽ നിന്നും ഞാൻ അതൊക്കെ കണ്ടിട്ട് അപ്പുറത്തെ വഴി കൂടെ തിരിഞ്ഞുപോയി. അങ്ങനെ നമ്മൾ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു ഭാഗത്ത്. ഈ ഒരു സാധനത്തിൽ ഇറ്റ്സ് ലിറ്ററലി നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കയറിയ റൈഡ് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര രസമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു വല്ലാത്തൊരു 3D എഫക്റ്റ് ഫീലൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നെ ഉള്ളത് അങ്ങോട്ടൊന്നും വലിയ ശരിയായില്ല. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ നമുക്കിങ്ങനെ കറങ്ങി നടന്ന് കാണാം. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു അഡ്വഞ്ചർ സ്പോട്ടിൽ അമ്മയില്ലാതെ പോണത്, അതും ഇത്രയും വലിയൊരു അഡ്വഞ്ചർ സ്പോട്ടിൽ. അതെനിക്ക് കുറച്ച് പേടിയായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യവും ആരും ഇല്ലാതെ ഇപ്പോൾ ചെയ്യാനൊക്കെ പഠിച്ചു. അത് തന്നെ എൻ്റെ അമ്മയ്ക്ക് വളരെ അത്ഭുതമുള്ള കാര്യമാണ്. എനിക്കും അത്ഭുതം, എന്ത് ചെയ്യാനാണ്. ഇതാണ് ആക്ച്വലി ഇറ്റാലിയൻ സ്ട്രീറ്റ്. അപ്പോൾ ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ സ്ട്രീറ്റ് ആക്ച്വലി. നമുക്ക് ഫോട്ടോസൊക്കെ കുറേ എടുക്കാം. അങ്ങനെ ഞാൻ അവിടെ ഇവിടെയൊക്കെ വായി നോക്കി കുറേ ഫോട്ടോയൊക്കെ എടുത്തു. നല്ല ഭംഗിയാണ്, നല്ല തണുപ്പുമാണ് കേട്ടോ ഈ സ്ഥലത്ത്. ഈ ഭാഗത്ത് നല്ല തണുപ്പാണ്. അപ്പം പിന്നെ ഐസ്ക്രീമൊക്കെ ഞങ്ങൾ കഴിച്ചു. ആ ഐസ്ക്രീം വായി വെക്കാൻ കൊള്ളത്തില്ല എന്നാണ് പറയണതായിരിക്കും കുറച്ചും കൂടെ ഭേദം. എന്നാലും സാരമില്ല, നമ്മൾ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു ഞങ്ങളിങ്ങനെ സമാധാനത്തോടെ ഇങ്ങനെ നടന്നു വന്നു. അപ്പോൾ ഇതാണ് ഫെറാറിയിലെ ഇറ്റാലിയൻ സ്ട്രീറ്റ് എന്ന് അവർ പേരിട്ടേക്കുന്ന ഇറ്റാലിയൻ സ്ട്രീറ്റ്. അപ്പോൾ നമ്മളത് വിശ്വസിക്കുക. എന്തായാലും അത്യാവശ്യത്തിന് നൈസ് സ്ഥലമായിരുന്നു. അതെന്തായാലും ഞാൻ കള്ളം പറയണില്ല, ഇറ്റ്സ് നൈസ്. സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. കാരണം ഇത്രയും നല്ല ഒരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ തന്നതിന്. അതെന്തായാലും ഞാൻ പറയണില്ല. ബട്ട് ആവശ്യത്തിന് കൂടുതൽ കാശ് ഞാൻ മുടിപ്പിച്ചു എന്നെനിക്ക് മനസ്സിലായി എല്ലാം കഴിഞ്ഞപ്പോൾ. ബട്ട് എൻ്റെ ലൈഫ് ലോങ് ഇത് കാത്തു സൂക്ഷിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് അവർ എനിക്ക് തന്നു. അങ്ങനെ നമ്മൾ കാർ ഓടിക്കാൻ വേണ്ടി പോന്നു, അങ്ങനെ പറയാം. അപ്പോൾ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമായിരുന്നു. പക്ഷേ ഇത് അവർ തന്നെ കൺട്രോൾ ചെയ്യുന്നതായതുകൊണ്ട് വലിയ സുഖമില്ലായിരുന്നു. ബട്ട് ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇത് ബെസ്റ്റ് പ്ലേസാണെന്ന് വേണമെങ്കിൽ പറയാം. മോർ ദാൻ അഡൽട്ട്സ്. പിള്ളേരാകുമ്പോൾ കുറച്ചും കൂടെ എൻജോയ് ചെയ്യും. കാരണം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ ഏതോ ഒരു ഗുഹയിലേക്ക് നമ്മൾ കയറി. എന്തൊക്കെയോ ഇങ്ങനെ കാർട്ടൂൺസൊക്കെ അവർ കാണിക്കും. അതൊക്കെ നമ്മൾ കണ്ടിട്ട് ഇറങ്ങുക. അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഒരു വഴിക്കായി. പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് നടക്കണം. ഫോർ എക്സാമ്പിൾ കാർട്ടിങ്ങിൽ കയറിയപ്പോൾ ഞങ്ങൾ പെർ പേഴ്സൺ 60 dirhams ആയിരുന്നു എക്സ്ട്രാ നമ്മൾ പേ ചെയ്യണം. പിന്നെ ഇതെന്തോ കാറല്ല, കാറിൻ്റെ ടയർ ഊരി എന്തോ ചെയ്യണ പരിപാടിയൊക്കെയാണ്. എന്തോ ഇതിൻ്റെയൊക്കെ പേരൊക്കെ ഉണ്ട്. അതൊന്നും എന്നോട് ആരും ചോദിക്കരുത്. അപ്പം ഇങ്ങനെ ഊരി എന്താണ്ടൊക്കെ കാണിച്ചിട്ട് തിരിച്ച് കയറ്റിയിടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വേൾഡ് ഫാസ്റ്റസ്റ്റ് റോളർ കോസ്റ്ററിൻ്റെ അടുത്ത് ചെന്നു. ആൾക്കാരൊക്കെ ഇങ്ങനെ വിത്തിൻ സെക്കൻഡ്സാണിത് പോയിട്ട് തിരിച്ചു വരിക. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതിൻ്റെ അറ്റത്ത് നിന്ന് എന്തായാലും നമുക്കിത് കയറാതെ പോകാൻ പറ്റില്ല. കാരണം ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്നത്. അങ്ങനെ ഇതിൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കും. കുറയത്തില്ല, നമ്മൾ ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലുള്ള എക്സ്പ്രഷൻസ് അവിടെ വാരി വിതറുകയായിരുന്നു. അപ്പോൾ ദേ പോയി ദവ വന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു വടിയായി എന്നെനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു. ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണല്ലോ, തളരരുതല്ലോ പല ഭാഗങ്ങളിലും. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് ദുബായിലേക്ക് വീണ്ടും പറക്കുന്നു. അങ്ങനെ ഏകദേശം ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തിരിച്ച് ദുബായിൽ നിന്നും വിട പറയാറായി. അങ്ങനെ ഞാൻ നേരെ എൻ്റെ കസിൻ്റെ ഫ്ലാറ്റിൽ ചെന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് അടുത്താണ് നമ്മൾക്ക് എയർപോർട്ടിൽ പോകണത്. സോ അവിടെ നിന്ന് ഒരു നൈസ് വ്യൂ ഒക്കെ കഴിഞ്ഞു. ആക്ച്വലി വി ഹാഡ് എ വൈൻ അറ്റ് ദാറ്റ് ടൈം. ആ വൈൻ കിഡുമായിരുന്നു. ഓക്കെ,
കാര്യം ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പൈസയും കൊണ്ടാണ് പോയതെങ്കിലും ഈ ട്രിപ്പ് എൻ്റെ ലൈഫിലെ വല്ലാതെ അഫക്റ്റ് ചെയ്തൊരു ട്രിപ്പും കൂടെയാണ്. സോ നമ്മളുടെ ലൈഫിൽ പല കാര്യങ്ങളിലും നമ്മളിലേക്ക് എത്തിച്ചേരും. വെൻ ഇറ്റ്സ് ദ റൈറ്റ് ടൈം, ശരിയായ സമയത്ത് എല്ലാം എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ കാത്തിരിക്കുക, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, ആഗ്രഹിച്ചു മാത്രം നേടിയൊരു വ്യക്തി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയായിരുന്നു പലതും നേടിയത്. ഒന്നും നേടാൻ പറ്റിയില്ലെങ്കിലും ഞാൻ കുറേ അധികം ആഗ്രഹിക്കുമായിരുന്നു. അങ്ങനെ ആഗ്രഹിച്ച എല്ലാം നേടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ട്രിപ്പിന് ഞാൻ ഡെഫിനറ്റ്ലി നന്ദി പറയണം എൻ്റെ അച്ഛനോടും, പിന്നെ എൻ്റെ വൈക്കത്തപ്പനോടും, പിന്നെ എല്ലാ ദൈവങ്ങളോടുമാണ്. കാരണം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ ലൈഫിൽ കിട്ടിയത്, അതും വളരെ അപ്രതീക്ഷിതമായി കിട്ടിയതും ഒരു ഭാഗ്യമാണല്ലേ. അപ്പം എനിക്ക് 19-ാം വയസ്സിൽ പോട്ടെ, എനിക്ക് 17-ാം വയസ്സിൽ വേറൊരു രാജ്യത്ത്, എനിക്ക് ആരെ അറിയാൻ പോലും വയ്യാത്തൊരു രാജ്യത്ത് ഒറ്റയ്ക്ക് പഠിക്കാമെങ്കിൽ, അതും MBBS പഠിക്കാമെങ്കിൽ, നിങ്ങൾക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് എത്ര അധികം കഠിനമായാലും നിങ്ങൾക്കും അത് നേടിയെടുക്കാവുന്നതാണ്. സോ ഡോണ്ട് ലൂസ് യുവർ ഹോപ്പ്. പിന്നെ നല്ല കാര്യങ്ങൾ മാത്രം എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഈ ട്രിപ്പിൽ ഞാൻ കുറേ തെറ്റുകൾ ചെയ്തായിരുന്നു. കാരണം 24 മണിക്കൂറിൽ 16 മണിക്കൂർ ഞാൻ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നു. എന്തിനാണെന്ന് അറിയത്തില്ല. ചില സമയത്ത് നമ്മൾ വേസ്റ്റായ പ്രൊഡക്ട്സിന് കുറേ മൂല്യം കൊടുക്കും, എന്തിനായിരുന്നു എന്തോ. പിന്നെ രണ്ടാമത് ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ, ലൈഫിൽ എനിക്ക് ആദ്യമായിട്ട് ട്രിപ്പിന് പോയിട്ട് നടന്ന തെറ്റാണത്. ഞാൻ ഒട്ടും പഞ്ചലല്ലായിരുന്നു. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. സോ ഞാൻ ഒത്തിരി പറഞ്ഞ് ലാസ്റ്റ് ഏൽപ്പിക്കുന്നില്ല. സ്റ്റേ ട്യൂൺഡ്, വാച്ച് മൈ വീഡിയോ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.